മൈന എങ്ങനെയാ മരിച്ചത്? എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലേ? രാജു, നീ എന്താ വല്ലാതിരിക്കുന്നത്? എനിക്കിവിടെ മതിയായി. ഞാനിവിടം വിട്ട് എങ്ങോട്ടെങ്കിലും പോവുകയാണ് ഫാദർ. ആരോരുമില്ലാത്ത എനിക്ക് സ്നേഹം തന്ന നന്മയുടെ മനസ്സുകളെല്ലാം എന്നെ പിരിഞ്ഞു പോവുകയാണ്. ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എനിക്ക് തിരിച്ചു തരുന്നത് ദുഃഖവും ശിക്ഷയുമാണ്. ഇനി വയ്യ ഫാദർ. ഫാദർ എന്നെ സ്നേഹിക്കാനേ പഠിപ്പിച്ചുള്ളൂ, വെറുക്കാൻ എനിക്കറിയില്ല. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഫാദർ. ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. എങ്ങോട്ട്? ഇവിടം വിട്ട് എങ്ങോട്ടെങ്കിലും. അപ്പോ നീ എന്നെ വിട്ടിട്ട് പോവുകയാണോ? ഞാൻ എവിടെയാണെങ്കിലും എന്നും എന്റെ മനസ്സിൽ ഫാദർ ഉണ്ടാവും. നിനക്ക് നിന്റെ വഴി തിരഞ്ഞെടുക്കാനുള്ള അറിവും പ്രായവുമായി. ഒരു മാറ്റം കൊണ്ട് നിനക്ക് നന്മ വരുമെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ, നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. രാജു, ഈ എഴുത്ത് എന്റെ ഒരു സുഹൃത്ത് ഡോക്ടർ ജയദേവനുള്ളതാണ്. ഞാൻ പണ്ട് മാനേജരായി ജോലി നോക്കിയിരുന്ന എറണാകുളത്തെ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് വർഷങ്ങളായി. ഈ എഴുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടു കൊടുത്താൽ അദ്ദേഹം നിനക്ക് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരും. ആ, ഇതാണ് ഞാൻ പറഞ്ഞ ഡോക്ടർ ജയദേവൻ.
വർഷങ്ങൾക്ക് മുമ്പെടുത്ത ഫോട്ടോയാ. ഇതിന്റെ പുറകിൽ ഡോക്ടറുടെ വീട്ടിലെ അഡ്രസ്സും ഉണ്ട്. ഞാൻ വരട്ടെ ഫാദർ. ഗോഡ് ബ്ലെസ് യു മൈ സൺ. പ്രിയപ്പെട്ട ഡോക്ടർ ജയദേവന്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കത്തെഴുതേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും അപ്പുറത്തൊന്നുണ്ടല്ലോ ദൈവത്തിന്റെ ഇംഗിതം. കരുണാമയനായ ദൈവത്തിന്റെ കൽപ്പന പോലെ എല്ലാം നടക്കട്ടെ എന്ന് നമുക്ക് സമാധാനിക്കാം. ഈ കത്തുമായി വരുന്ന ചെറുപ്പക്കാരൻ രാജു എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. അതിലുപരി നിങ്ങൾക്കും. അനാഥാലയത്തിൽ വളർന്ന ഇവനെ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത് അവനൊരു ജീവിതമാർഗം ഉണ്ടായി കൊടുക്കാനാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു ജോലി, നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ നിങ്ങൾക്ക് ഇവനെ സ്നേഹിക്കാം, വിശ്വസിക്കാം. വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ആ ചോര കുഞ്ഞിന്റെ മുഖം നിങ്ങൾക്ക് ഇവനിൽ കാണാം. മൂടിവയ്ക്കപ്പെട്ട സത്യം എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും 1000 നാവുകളോടെ ഉയർത്തെഴുന്നേൽക്കും. ഭയപ്പെടണ്ട, നിങ്ങൾക്ക് തന്ന വാക്ക് ഞാൻ തെറ്റിച്ചിട്ടില്ല. ഞാൻ അവനോട് ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം വേണ്ടതുപോലെ ചെയ്യുമല്ലോ. സ്നേഹപൂർവ്വം, ഫാദർ ഫെർണാണ്ടസ്. ഫാദർ. എന്താ രാജു, നീ പോയില്ലേ? ഫാദർ എന്നോട് ക്ഷമിക്കണം. ഞാനൊരു തെറ്റ് ചെയ്തു. ഈ എഴുത്ത് ഞാൻ പൊട്ടിച്ചു വായിച്ചു. മൂടി വെക്കപ്പെട്ട സത്യം എത്ര വർഷം കഴിഞ്ഞാലും 1000 നാവുകളോട് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഫാദർ ഈ കത്തിൽ എഴുതിയിരുന്നില്ലേ? ആ സത്യം ഞാനല്ലേ? ഈ രാജുവിനോട് ഫാദർ കള്ളം പറയരുതായിരുന്നു. ഈ ഫോട്ടോയിൽ കാണുന്ന മനുഷ്യൻ എന്റെ അച്ഛനാണോ? പറയൂ ഫാദർ. അച്ഛനും അമ്മയും ആരെന്നറിയാത്ത ഒരു അനാഥന്റെ വേദന ഫാദറിനറിയില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ ആ വേദന ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെങ്കിലും പറയൂ ഫാദർ, എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന്. മോനെ, ഞാൻ ഫാദറിന് എന്നെ വിശ്വസിക്കാം. എനിക്ക് ജന്മം നൽകിയവർ ഇന്ന് എവിടെയെങ്കിലും സുഖമായി ജീവിച്ചിരിപ്പുണ്ടാവും. അവരുടെ ജീവിതത്തിലേക്ക് ഞാൻ ഒരിക്കലും കടന്നില്ല. അവരോട് പക പോക്കാനോ അവരുടെ മനസ്സമാധാനം നശിപ്പിക്കാൻ വേണ്ടി ഒന്നുമല്ല. എനിക്ക് എന്റെ മനസ്സുണ്ടെങ്കിലും ഞാൻ അനാഥനല്ലെന്ന് പറയാൻ വേണ്ടി മാത്രം. ഫാദർ പറയൂ ഫാദർ, ഇനിയെങ്കിലും പറയൂ. മോനെ, ഞാനൊരു വൈദികനാണ്. വൈദികന് കൈമാറിയ വിശ്വാസ വചനങ്ങൾ മറ്റൊരാൾ കൈമാറാൻ പാടില്ല. പക്ഷെ ഇന്ന് ആദ്യമായി എന്റെ രാജുവിന് വേണ്ടി ഞാൻ ആ നിയമം ലംഘിക്കുകയാണ്. ആ ഫോട്ടോയിൽ കാണുന്നത് നിന്റെ അച്ഛനല്ല, അത് നിന്റെ അമ്മയുടെ സഹോദരനാണ്. ഒരേ ഒരു സഹോദരൻ, പത്മാവതി. അതാണ് നിന്റെ അമ്മയുടെ പേര്.
ഡോക്ടർ ജയദേവന്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ പത്മാവതിക്ക് ജയദേവനായിരുന്നു അച്ഛനും അമ്മയും എല്ലാം. കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് പത്മാവതിക്കൊരു പ്രേമബന്ധമുണ്ടായിരുന്നു. ജയദേവന്റെ കൂട്ടുകാരൻ ഒരു വേണുഗോപാലുമായിട്ട്. അയാൾ എയർ ഇന്ത്യയിലെ പൈലറ്റ് ആയിരുന്നു. അവരുടെ ബന്ധം ജയദേവനും ഇഷ്ടമായിരുന്നു. പക്ഷേ വിധി അവരോട് ക്രൂരത കാണിച്ചു. ലണ്ടനിൽ വെച്ചുണ്ടായ ഒരു വിമാനാപകടത്തിൽ വേണുഗോപാൽ മരിച്ചു. അയാൾ മരിക്കുമ്പോൾ പത്മാവതി ഗർഭിണിയായിരുന്നു. അഭിമാനിയായ ജയദേവൻ പത്മാവതിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ അവരെ നിർബന്ധിച്ചു. അവൾ സമ്മതിച്ചില്ല. പത്മാവതിയെ പ്രസവത്തിനു വേണ്ടി ആരും അറിയാതെ ഇവിടെ കൊടൈക്കനാലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവിടെ വച്ച് അവൾ പ്രസവിച്ചു. പത്മാവതിക്ക് ബോധം വരുന്നതിന് മുമ്പ് കുഞ്ഞിനെ അവളുടെ അടുത്തു നിന്നും മാറ്റി. പ്രസവത്തിൽ കുഞ്ഞ് മരിച്ചുപോയി എന്ന് ജയദേവൻ പത്മാവതിയെ വിശ്വസിപ്പിച്ചു. ആ കുഞ്ഞുമായി ജയദേവൻ ഈ അനാഥാലയത്തിലെത്തി. ആ കുഞ്ഞാണ് നീ, എന്റെ രാജുമോൻ. നീ നിന്റെ അമ്മയെ ശപിക്കരുത്. നീ ജീവിച്ചിരിക്കുന്ന കാര്യം പോലും പത്മാവതിക്ക് അറിയില്ല. അവരിന്ന് വിവാഹം കഴിച്ച് എവിടെയോ സുഖമായി ജീവിച്ചിരിക്കുന്നുണ്ടാവും. രാജു, രാജു, നീ അവരുടെ ഫാദർ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ കാരണം ആരുടെയും മനസ്സമാധാനവും അഭിമാനവും നഷ്ടപ്പെടില്ല. ഫാദറിന് എന്നെ വിശ്വസിക്കാം. രാജു നിൽക്ക. ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നതാ. എന്താ സാർ കാര്യം? നീ സ്റ്റേഷൻ വരെ ഒന്ന് വരണം.